സിഗപ്പു മനിതൻ എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനെത്തിയപ്പോഴാണ് നായകനായി അഭിനയിക്കുന്ന വിശാൽ താൻ ഇത്രയും കാലം സൂക്ഷിച്ചുവെച്ച ആ രഹസ്യം പുറത്തുവിട്ടത്. ഈ ചിത്രത്തിനു വേണ്ടി സംവിധായകൻ തിരു കണ്ടെത്തിയ ആദ്യ നായകൻ താനല്ലായിരുന്നു. നായക വേഷത്തിലേക്ക് സംവിധായകൻ കണ്ടുവച്ചത് മറ്റൊരാളെയായിരുന്നു. അതൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന സൂചന മാത്രമാണ് വിശാൽ തന്നത്. പക്ഷേ ആ സൂപ്പർ സ്റ്റാറിനെ തേടിപ്പോയവർ ഞെട്ടി. തമിഴിലെ രജനീകാന്തോ കമലഹാസനോ വിജയോ അജിത്തോ ഒന്നുമല്ല, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ. നാർക്കോലെപ്സി എന്ന അപൂർവ രോഗം ബാധിച്ച ഒരാളുടെ കഥയാണ് ഈ സിനിമയിൽ. മനസ്സിനെ അലട്ടുന്നതും ഞെട്ടിക്കുന്നതുമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറക്കം അനുഭവപ്പെടുന്നതാണ് ഈ രോഗത്തിന്റെ ലക്ഷണം. തന്മാത്ര എന്ന ബ്ലസ്സി ചിത്രത്തിൽ അൽഷിമേഴ്സ് ബാധിച്ച കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി തീർത്ത മോഹൻലാലിന് ഈ റോൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാനാകുമെന്ന് തീരുമാനിച്ച് തിരു ചിത്രത്തിനു വേണ്ടി ആദ്യം ലാലിനെ സമീപിച്ച് സംസാരിച്ചു. സിനിമ ചെയ്യാമെന്ന് ലാൽ ഉറപ്പു നൽകുകയും ചെയ്തു അത്രേ. അതിനിടയിൽ ഈ കഥ വായിച്ച വിശാൽ തനിക്ക് ഈ ചിത്രം ചെയ്താൽ കൊള്ളാമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ ചിത്രത്തിലെ ലക്ഷ്മിയും വിശാലും തമ്മിലുള്ള ലിപ് ലോക്ക് നേരത്തെ വൻ ചർച്ചാ വിഷയമായിരുന്നു. ലിപ് ലോക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നത് ചുംബനം അത്ര വലിയ കാര്യമായി എടുത്തില്ല എന്നാണ്. വേണ്ടിവന്നാൽ ഇനിയും ഇത്തരം രംഗങ്ങൾ അഭിനയിക്കാൻ തയ്യാറാണ്. ഇതുകൂടാതെ മലയാളത്തിൽ ദിലീപ് നായകനാകുന്ന അവതാരം എന്ന ചിത്രത്തിലും നായികയായി എത്തുന്നത് ലക്ഷ്മിയാണ്.